അപ്പോൾ നമ്മൾ കേരളത്തിലുള്ള ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ എന്തെങ്കിലും പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് മാത്രം നിർമ്മിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് അതെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോമ്പറ്റീഷൻ കുറവായിരിക്കും. നമുക്ക് എക്സ്പോർട്ട് വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നമ്മളുടെ ഈ പ്രോഡക്റ്റിനെ മാറ്റാനായിട്ട് സാധിക്കും. കാരണം മറ്റു സംസ്ഥാനങ്ങളൊക്കെ ശ്രമിച്ചാലും അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും. അത് മാത്രമല്ല നമ്മളുടെ ഒരു ടേസ്റ്റ് അവർക്ക് കിട്ടത്തുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്ട്സുകൾ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട് അല്ലെ, ജാക്ക് ഫ്രൂട്ട്, മാംഗോ, കോക്കനട്ട്, ഫാഷൻ ഫ്രൂട്ട്, അത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ വളരെ നല്ല രീതിയിൽ ലഭിക്കുന്ന ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഫ്രൂട്ട്സ് ഒക്കെ പ്രോസസ്സ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് നമുക്കിതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? നമുക്കിതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഇതിലടങ്ങിയിട്ടുള്ള വെള്ളത്തിനെ മാറ്റി നമുക്കിതിനെ ഡ്രൈ ചെയ്ത് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും. എങ്ങനെ നമ്മൾ ഇതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യും, അതായത് ഇതിലുള്ള വെള്ളത്തിന്റെ കണ്ടന്റിനെ എങ്ങനെ